ഹലോ, എല്ലാവർക്കും കൈപ്പയ്ക്ക വ്ളോഗിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഒരു 2 മാസത്തിന് ശേഷമാണ് ഒരു വ്ളോഗ് ഇടാൻ തീരുമാനിക്കുന്നത് കേട്ടോ. അതും ഇന്ന് ഉച്ചയ്ക്ക് തീരുമാനിച്ച് പെട്ടെന്ന് സെറ്റ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല. ഈ വ്ളോഗ് ഇടുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ആലോചിച്ച് ഇത് വ്ളോഗ് ആക്കണോ പിടിക്കണോ, പിന്നെ വിചാരിച്ച് എല്ലാ സന്തോഷങ്ങളും ഷോർട്സുകളും റീൽസുകളും എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ച് ഇങ്ങനൊരു പണി കിട്ടി നിൽക്കുന്ന സംഭവം അതും കൂടെ വ്ളോഗായിട്ട് അങ്ങിടാം, കാണുന്നവർ കാണട്ടെ. ചിലർ ഇത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും ഇത്രയും പണി കിട്ടി പോകുമ്പോഴും ഇത്രയും ഒരു ഇതൊക്കെ പിടിച്ചെന്താണ് ഇതെന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നല്ലതും അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പോകുമ്പോഴും എങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് ഇവിടെ ദുബൈയിലല്ലേ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നാട്ടിലേക്ക് പോകുമ്പം ഈ നാട്ടിലുള്ളവർ നമ്മളെങ്ങനെ എന്തുമാത്രം സഹിച്ചാണ് വരുന്നത് അങ്ങനെയൊന്നുമല്ല, എല്ലാം എളുപ്പമാണ്. അതും കൂടെയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഇനി ഈ വ്ളോഗ് കാണുമ്പം നല്ല രീതിയിൽ മാത്രം എടുക്കുക, നെഗറ്റീവായിട്ട് എടുക്കരുത്. സംഭവം ഈ ഒരു 5 ദിവസം മുമ്പ് എനിക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാനിത് എങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരുടെ അടുത്തും പറയുമ്പം എല്ലാവർക്കും അതിശയമാണ്. സംഭവം ഞാനും ചിപ്പിയും കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് നമ്മൾ സാധനമായിട്ട് പോയ സമയത്ത് ഒരു സൈക്കിൾ വന്ന് തട്ടി. പക്ഷേ സൈക്കിൾ വന്ന് തട്ടി കാല് ഏതാണ്ട് ഒടിയുന്ന ലെവലിലായി. കാലിൻ്റെ ലിഗമെൻറ്റ്സ് നല്ല രീതിയിൽ ഗ്യാപ്പ് വന്നു. പക്ഷേ സൈക്കിൾ വന്ന് തട്ടിയാൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഒരു 100 ചോദ്യം വരുന്നെല്ലാവരും. അപ്പം ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞ് സൈക്കിൾ തട്ടിയാൽ ഇങ്ങനെ സംഭവിക്കുമോ. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പറഞ്ഞുതരാം. സൈക്കിൾ വന്ന് തട്ടി ഞാൻ നേരെ റോഡിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡെലിവറി ബോയാണ് പുറകെ വന്ന് തട്ടിയത്. അപ്പം അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കൂടെ ആ പുള്ളി കയറി വന്നു. പുള്ളിയുടെ മിസ്റ്റേക്കുമാണ്, എൻ്റെ മിസ്റ്റേക്കുണ്ട്. ഞാൻ വേറെ ലെവലിൽ ഞാനും വന്നു നടന്നാണ് പോയത്, നമ്മൾ രണ്ടുപേരും. അപ്പോൾ ആ തട്ടിയൻ്റെ ഇതിൽ ഞാൻ റോഡിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഇടത് കാലിൽ തട്ടി വലത് കാലിൽ സപ്പോർട്ട് ചെയ്തതും കാലിൻ്റെ പാദം തിരിഞ്ഞു. അപ്പം തന്നെ നീരടിച്ചു. ഞാൻ അപ്പോഴേ വീണു. അപ്പോഴേ ചിപ്പി അപ്പോഴേ വണ്ടിയിലൊക്കെ ആൾക്കാരെല്ലാണ്ട് കൂടി എടുത്തു പൊക്കി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്ന് അവർ എല്ലാ ഇഞ്ചക്ഷനും ട്രിപ്പൊക്കെ ഇറക്കി സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി തിരിച്ച് വീട്ടിൽ വിട്ടു. പിറ്റേ ദിവസം ഒരു ഓർത്തോ ഡോക്ടറെ കാണാം. പക്ഷെ കാലെനിക്ക് ഊന്നാൻ പറ്റത്തില്ല, താഴെ ചവിട്ടാനേ പറ്റത്തില്ല. പിറ്റേ ദിവസം നേരെ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോ ഡോക്ടറെ കണ്ടു. പുള്ളി എക്സ്റേ കണ്ടപ്പോഴേ പുള്ളി പറഞ്ഞു ഇത് ചെറിയൊരു വിഷയമല്ല, ഇത് നല്ല രീതിയിൽ സൂക്ഷിക്കണം, 6 ആഴ്ച റെസ്റ്റ് എടുത്ത് ഇത് ഊറിപ്പിടിച്ച് നല്ല രീതിയിലാക്കണം. 6 ആഴ്ചയെന്ന് കേട്ടതും എൻ്റെ കിളി പോയി. കാരണം ഒരു ദിവസം പൊങ്ങച്ചം പറയുന്നതല്ല, ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ പോകണം എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ 6 ആഴ്ചയെന്ന് കേട്ടപ്പോഴത്തേക്ക് അതും വീട്ടിൽ ഒരിടത്ത് കാലനക്കാതെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമേ അല്ല. അങ്ങനെ ആകെ സീനായി. പിന്നെ അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ചെയ്ത് 2 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്നലെ കാല് നീരടിച്ചങ്ങ് കയറി ഒട്ടും പറ്റാത്ത അവസ്ഥ. വേദന കൊണ്ട് സഹിക്കാൻ വയ്യ. കാരണം ഇതിനെക്കാട്ടിയും വലിയ ഓരോരോ എല്ലാവർക്കും പറ്റും, പക്ഷേ എൻ്റെ ഇതിൽ ആദ്യത്തെ സംഭവം. അപ്പോൾ അത്രയും വേദന വന്നപ്പോഴത്തേക്ക് സഹിക്കാൻ വയ്യാതെ വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് കളഞ്ഞു. പ്ലാസ്റ്റർ ഫുള്ള് റിമൂവ് ചെയ്ത് കളഞ്ഞ ശേഷം നോക്കിയപ്പോൾ നീരായതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത് താഴെയും മുകളിലുമായിട്ടാണ് പ്ലാസ്റ്റർ ചെയ്തേക്കുന്നത്. ഈ നീര് വന്ന ഭാഗം വിട്ടു. എന്നിട്ട് പറഞ്ഞ് നമ്മൾ നാട്ടിൽ പോയി അവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നെന്ന് പറഞ്ഞ് പെട്ടെന്നെല്ലാം എഴുതി വാങ്ങിച്ച്, അതായത് പിറ്റേ ദിവസം ഇന്ന് രാത്രിയത്തെ ഫ്ലൈറ്റിന് ദുബായ് എയർപോർട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഇത് ഇത്രയും നിങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മാത്രം ഞാൻ ഈ വീൽ ചെയർ ലോഞ്ച് ഇരുന്ന് ഇങ്ങനൊരു വീഡിയോ പിടിക്കുന്നത്. എൻ്റെ അടുത്ത് ചിപ്പി ഇല്ല, കാരണം ചിപ്പി അപ്പുറത്തേക്ക് പോയേക്കുക. കാരണം ചിപ്പി ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവളിതിന് സമ്മതിക്കത്തില്ല. ഇതാണ് സംഭവം. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് പേര് എൻ്റെ ഈ ഒരു ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്ത്, അതെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരും ചിപ്പിയുടെ വീട്ടുകാർ, എൻ്റെ വീട്ടുകാർ എല്ലാവരും. പിന്നെ നാട്ടിൽ ഈ ഒരു ഇത്രയും ഇതൊക്കെ ആണെന്ന് അറിയുമ്പോൾ, കാരണം സൈക്കിള് തട്ടി വീണു. പക്ഷേ പിന്നെയാണ് ഓരോരുത്തരും നമ്മൾ ഈ 6 വീക്സ് ഇങ്ങനെ ചെയ്യണം, ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ എൻ്റെ മുന്നേ ഇവിടുന്ന് എല്ലാം കഥകൾ ഡോക്ടർമാർ പലരും പല ഇതിൽ പറയുന്നു. അങ്ങനെ എന്തായാലും നാട്ടിൽ തന്നെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോ ഒരു വ്ളോഗായിട്ട് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നു, അത് നിങ്ങളെ കാണിക്കുന്നു. അതായത് നമ്മൾ ഇവിടെ നമ്മളെല്ലാം ഇവിടെ വെച്ച് എന്തെങ്കിലുമൊക്കെ ഇതായി കഴിഞ്ഞാൽ നാട്ടിൽ പോകുന്നത്
ഇങ്ങനെ പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. ഇതിൽ വേറെ എന്താണ് പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ വെറുതെ ഒന്നുമല്ല. കാരണം ഇതിൽ ഒരു 100 കോൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ഒരു 100 കോൾ എനിക്ക് വന്നു, ചിപ്പിക്ക് വന്നു, എങ്ങനെയായി എന്തായി. അപ്പോൾ എന്താണ് ഇപ്പോൾ ചിപ്പിയും നമ്മളും എല്ലാം എങ്ങനെയാണ് വരുന്നു എന്ന് അറിയിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നു, എന്നതായി എയർപോർട്ടിൽ ഇവിടെ വരെ എത്തിച്ച് ഇനി ഫ്ലൈറ്റിൽ കയറണം, ട്രാവൽ ചെയ്യണം. അപ്പോൾ അതെല്ലാം നല്ല ഇതാവുമെന്ന് വിചാരിക്കും. പക്ഷേ പെയിനുണ്ട്, പെയിൻ കില്ലർ കഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഇത്തിരി എനർജി ആയിട്ട് നിങ്ങളടുത്ത് സംസാരിക്കാൻ പറ്റുന്നു. ഓക്കെ, ഇനി ഞാൻ സംസാരിച്ചിതാക്കുന്നില്ല, കാണാം. നീ ഇവനെ ഇരുത്തിയിട്ട് അല്ല ലോഞ്ചിൽ പോവാന്നിട്ട് അവിടെ നിന്ന് എടുത്ത് കൊടുത്താൽ മതി. ഞങ്ങൾക്ക് അവിടെ മറ്റേ ചീസ് സാധനങ്ങൾ ഇതുണ്ടല്ലോ, എന്താ പറയാ മഫിൻ അങ്ങനെ സാധനമൊക്കെ ഇല്ലേ, അത് ബാഗിലിട്ട് പിള്ളേർക്ക് ഇടയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് എനിക്കും ഹെലനും മാത്രമേ ഉള്ളൂ ലോഞ്ച് ആക്സസ്. വീഡിയോ എടുക്കണോടാ. എന്നിട്ട് നമ്മളൊരു ഫ്രണ്ടിനെ വിളിച്ചപ്പോ എമിറേറ്റ്സിന്റെ ഒരു സ്റ്റാഫ് ഉണ്ട്. ഓ കുറച്ചു നേരം എല്ലാരും സൈലന്റ് ആയിരിക്കും. ഇതാ നല്ലതാണ് കയറ്റി വെക്കുന്നത്, മറ്റേനേക്കാൾ സേഫ്റ്റി ഇത്. അവിടുന്ന് കളിച്ച് നടക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ അധികം ഇതിന് പുറത്തുനിന്ന് ഇവിടെ നിൽക്കാം. ഞാൻ സുരാജ്. നീ ഇവരുടെ ഫ്ലൈറ്റ് വരെ ഉണ്ടാവില്ലേ? സുഖമായില്ലോ അല്ലേ? ഒരു കാര്യം ചെയ്യും, പാസ്പോർട്ട് നിങ്ങൾ ഇവിടെ ക്യൂ നിന്നോ കേട്ടോ. ഞാൻ ഇവരെ ഉള്ളിലേക്കാ, ഉള്ളിലിരിക്കും. അവന്റെ ഒക്കെ ഫോട്ടോ എടുത്തോടാ, ബ്ലോഗറാടാ. അതെ, അതാ നിന്റെ പടമൊക്കെ വരും. ആ യൂട്യൂബിൽ ബ്ലോഗറാണ്. 1 million സബ്സ്ക്രൈബർക്ക് ആകും. എന്നെ കാണാൻ കഴിയില്ല, ഞാൻ ക്യാമറ വണ്ടി. വീഡിയോ പിടിച്ചോണ്ടിരുന്ന കഴിഞ്ഞാൽ അടുത്തൂടെ വരുന്നവരെ ചിലപ്പോൾ അവർ ശ്രദ്ധിക്കില്ല, ഒരൊറ്റ തട്ടായിരിക്കും. Please exit to departure level. Gates A1 to A2 يرجى الخروج إلى طابق المغادرة. البوابات A1 إلى A24. Please exit to departure level. റമദാൻ സമയം ആയതുകൊണ്ട് വലിയ തിരക്കില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന, ഞാൻ ഓടി നടക്കുന്ന എൻ്റെ ഡ്യൂട്ടി സ്ഥലം. അപ്പം അവിടെ എന്നെ അറിയാവുന്ന ഒരുപാട് പേര് വരുന്നതിനേക്കാളും മുന്നേ ചിപ്പി എന്നെ ലോഞ്ചിൽ കൊണ്ടിരുത്താനുള്ള പരിപാടിയാണ്. അവരെ കണ്ടാൽ ഞാൻ സംസാരിച്ച് നിൽക്കുമെന്നാണ് ചിപ്പി പറയുന്നത്. നമ്മൾ മാത്രം അങ്ങനെ എല്ലാം കഴിഞ്ഞതായി ഈ ലോഞ്ച് ഇരുന്നപ്പോഴാണ് ഞാൻ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ചിപ്പി താഴെ പോയിക്കുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതാ തിരുവനന്തപുരം കാണും, നാട്ടിലേക്ക് പോവും, ഒരു പ്രത്യേക സന്തോഷം. പക്ഷേ ഈ ഒരു പോക്കിലൊരു വിഷമമുണ്ട്. പിന്നെ അതാ ഈ പോകുന്ന ഈ സാറുണ്ട്, ഈ എമിറേറ്റ്സിൻ്റെ ഒരു സൂപ്പർവൈസറാണ്. പുള്ളി ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. കാരണം പുള്ളിയാണ് എനിക്ക് സീറ്റും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി തന്ന് വേറൊരു ഇതാക്കി തന്നത്. അങ്ങനെ എല്ലാം കിട്ടി ഇരിക്കുന്നു. ചിപ്പി എന്നെ രാത്രി നല്ല രീതിയിൽ നോക്കി, അതിന് സ്പെഷ്യൽ താങ്ക്സ്. ചിപ്പി ഒരുപാട് എഫേർട്ട് എടുത്തു, അത് ഞാൻ പൊക്കി പറയുന്നതല്ല, അത്രയും
നല്ലതുപോലെ അവൾ ചെയ്തു. എപ്പോഴും ക്രിക്കറ്റ് ഒരു ഭ്രാന്തായതുകൊണ്ട് ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ആഡ് കണ്ടു. ഫൈനലിൽ നമ്മളെ ഇന്ത്യ തന്നെ ജയിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഒന്ന് കിടക്കുവാണ്. തിരിച്ച് പകർത്തിയ വീഡിയോ ആണ് കേട്ടോ. വളരെ നല്ല അടിപൊളി യാത്രയായിരുന്നു. എനിക്ക് വേദന, ആ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് വേദന കുറവായിരുന്നു. എമിറേറ്റ്സ് നല്ല രീതിയിൽ എന്നെ എത്തിച്ചു. താങ്ക് യു സോ മച്ച്. ചിപ്പിയുടെ എഫേർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതായിരിക്കും, എങ്കിലും ഞാൻ പറയണം ചിപ്പി, താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. പണ്ട് ഞാൻ ഇങ്ങനെ അച്ഛൻ നാട്ടിലേക്ക് വരുന്നത് പിടിക്കാനായിട്ട് വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഇതിപ്പോൾ ചേട്ടൻ പിടിച്ചതാണ്. അപ്പോൾ എൻ്റെ ഈ വരവ് സ്വാഭാവികമായി അവിടെ നിൽക്കുന്ന ആൾക്കാരെല്ലാം നോക്കുന്നു. അപ്പോൾ എന്നെ വിളിക്കാൻ വന്നവർ അവരൊരു പ്രത്യേക നോട്ടം. എന്തായാലും അവിടെ നോക്കിയാൽ